നീ അച്ഛനോട് എന്താ പറഞ്ഞത്? ഭാവനെ, നീ അച്ഛനോട് എന്തൊക്കെ നുണകളാ പറഞ്ഞു കൊടുത്തതെന്ന്? ഭാവന, നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ഇതിനകത്ത് താമസിക്കുന്നിടത്തോളം കാലം നമ്മൾക്കുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിയണം. പക്ഷെ കഴിഞ്ഞ കുറേ കാലമായിട്ട് നീ നിന്റേത് മാത്രമായിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞാലല്ലേ എനിക്കതിനനുസരിച്ച് പെരുമാറാൻ പറ്റൂ. എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അതനുസരിച്ച് പെരുമാറാനും മനോജ് ശ്രമിക്കണമെന്നില്ല. ആ കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഇതിനേക്കാൾ സങ്കടങ്ങൾ അനുഭവിച്ച കുടുംബങ്ങളില്ലേ, അവരെല്ലാം അതൊക്കെ അതിജീവിച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്കതൊക്കെ പെട്ടെന്ന് മറക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് പറ്റില്ല മനോജ്, ഒരിക്കലും പറ്റില്ല. ഞാനെന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ്. മുഷിഞ്ഞത് മാറ്റിയെടുക്കും പോലാണല്ലോ നിങ്ങൾക്ക് ജീവിതം. അലക്കി ഇസ്തിരിയിട്ട് കോടതിയിൽ പോകും പോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയതാ. ഓർമ്മകളില്ല, വേദനകളില്ല. അപ്പോഴത്തെ സന്തോഷം മാത്രം പ്രധാനം. അതിന് ഏത് വഴി നിങ്ങൾ തേടും? എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവില്ല. ഒരു ജീവൻ കളിപ്പാട്ടം പോലെ എറിഞ്ഞുടച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ ജീവിതം ഇങ്ങനെ ആയത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ അസ്തിത്വത്തെ പോലും മറന്ന് നിങ്ങൾ സുഖവും സന്തോഷവും തേടി പോകുമ്പോ അപമാനിക്കപ്പെടുന്നത് എന്റെ വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് ഓരോ കാലത്ത് മനസ്സിലാവില്ല. ഭാവന, നീ സംസാരിക്കുന്ന ഭാഷയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഭാഷ എന്നാൽ ഒരു സംസ്കാരത്തിന്റെ നിർമ്മിതിയാണ്. ഒരാളുടെ മനസ്സിന്റെ സഞ്ചാരം ഏതു വിധമാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. മിണ്ടരുതെന്ന് നാം ഒരാളോട് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുക മാത്രമല്ല, അയാൾക്ക് മേൽ അധികാരം സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാനിരിക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതില്ല എന്ന് ഒരു ഭർത്താവ് പറയും പോലെയാണ് ഞാനിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല എന്ന്. ഹലോ. ആ, ഇല്ലല്ലോ, എഴുന്നേറ്റിട്ടില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ. മനോജ്, മനോജ്, എന്താ ഇതൊന്ന് ഉച്ചവരെ ഉറങ്ങാൻ പോവാണോ? കോടതി പോണ്ടേ? മണി 8 കഴിഞ്ഞു. രാവിലെ തൊട്ട് മനോജിന്റെ ഫോൺ നിർത്താതെ അടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്താ, ഞാൻ ഇപ്പൊ അറ്റൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് പ്രീതിയായിരുന്നു. ഇന്ന് വിലാസിനി കൊലക്കേസിന്റെ വിചാരണ തുടങ്ങുന്ന ദിവസമാണ്. സാറ് നേരത്തെ ഇറങ്ങില്ലേന്ന് ഉറപ്പുവരുത്താൻ വിളിച്ചതാ. വേഗം ബ്രഷ് ചെയ്ത് കുളിച്ചു വന്നോളൂ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഭാവന, എനിക്കൊരു സംശയം. ഇന്നലത്തെ നീയാണോ അതോ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്ന നീയാണോ? ഇതിലേത് നീയാണ് ശരിക്കുള്ള നീ? കടങ്കഥ ചോദിക്കാൻ നിൽക്കാണ്ട് കോടതിയിലേക്ക് പോകാൻ നോക്കും മനോജ്. മനോജ്, ഫയൽ എടുത്തില്ല. വേണ്ട, അത് അവിടെ തന്നെ വെച്ചേക്ക്. ഊണ് കഴിക്കാൻ വരുമോ? ഇല്ല, ഇന്നവിടെ നല്ല തിരക്കുള്ള ദിവസാ. മായ, എവിടെ നോക്കിയാടാ സാധനങ്ങൾ ഇറക്കുന്നത്? ഇഡിയറ്റ്! ഈ തട്ടി താഴെ ഇട്ടിരിക്കുന്നതിന്റെ വാരി എന്താ നിനക്കറിയോ? സോറി സാർ, മാഡം അറിയാണ്ട് വന്നപ്പോ തട്ടിപ്പോ താഴെ വീണ് പോയാ. നിന്ന് വിസ്തരിക്കാതെ വേഗം പെരുക്കെടുക്കാൻ നോക്കൂ. ഐ എം സോ സോറി.
എല്ലാം നശിപ്പിച്ചു. മായെ കണ്ട് ഓടി വന്നപ്പോ ഇത് കണ്ടോ, ഈ പുസ്തകത്തിന്റെ പുറഞ്ചിട്ട് കണ്ടോ? ഇനി ഇതിന്റെ പേജുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. Stupid. മായ എവിടെ? വായി നോക്കി നിൽക്കാതെ പെറുക്കിയെടുക്കണം. എത്ര precious ആണ് ഞാൻ സൂക്ഷിച്ച സാധനങ്ങളാ ഈ താഴെ വീണ് കിടക്കുന്നത്. മായേ, എടി നീയോ? ഞാൻ മോളിൽ നിന്ന് കണ്ടു, എന്നിട്ടാ ഞാൻ താഴേക്ക് വന്നത്. ആണോ? ഞാൻ ഫ്ലാറ്റിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പോയതാ. എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, എന്താ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ പോയി? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. എല്ലാം വിശദമായിട്ട് പറയാം. ഏത് ഫ്ലാറ്റിലാ? ഞാൻ 3A. ഞാൻ 11A. ആണോ? എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞാൻ വരാം. വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വരും. ബൈ. സാർ, ഇന്ന് എവിഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന കേസിലെ അക്യൂസിന്റെ പെങ്ങളാ. ഓ, കേസിന്റെ ഡീറ്റെയിൽസ് വല്ലതും പഠിപ്പിച്ചു കൊടുത്തോ? രാജൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സഹോദരൻ, കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് വിലാസിനെ. Am I right? എന്തുട്ട്? അല്ലല്ല, അതെ, നിങ്ങളുടെ സഹോദരനായ രാജൻ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന വിലാസിനിയുമായി വഴക്കുണ്ടാക്കുന്നതോ ദേഹോദ്രവേൽപ്പിക്കാൻ ശ്രമിക്കുന്നതോ ടിയാൻ കൊല ചെയ്യുന്നതോ നിങ്ങൾ കണ്ടിട്ടില്ല. അതിനവനെ ആരും കൊന്നിട്ടൊന്നുമില്ല സാറേ. അതന്ന് ശരിക്കും അബദ്ധത്തിൽ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാൻ കോടതി തെളിയിച്ചോളാം. അവിടെ എതിർഭാഗം വക്കീല് നിങ്ങളോട് എന്ത് ചോദിച്ചാലും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അത്ര മതി. സംഭവ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? വീട്ടില്. ചേച്ചി, നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ ഭർത്താവുമായിട്ട് സിനിമയ്ക്ക് പോയിരിക്കായിരുന്നു. ഏത് സിനിമയ്ക്ക്? പിണ്ണാക്ക്. അങ്ങനെ ഒരു സിനിമ ഉണ്ടോ? എടോ, അങ്ങനെ സങ്കല്പിക്ക്. സങ്കല്പിക്കുകയാണെങ്കിൽ സരിതയിലെ പടം ഞാൻ കണ്ടാണ്. നമുക്ക് സവിതപ്പെട്ട അല്ലൂർജിന്റെ പടം കണ്ടല്ലടി. അയ്യേ, തെലുങ്കോടൊന്നും കാണാൻ ഞാനില്ലേട്ടാ. നമുക്ക് വല്ല മലയാള പടം പോയി കാണാം. അയ്യോ, ആരാടോ ഇയാള്? സാറ്, ഞാൻ ലിബി അളിയൻ. എന്ത്? രാജന്റെ അളിയൻ ലിബി അളിയൻ. ഇവളുടെ കൂടെ നേരത്തെ സിനിമയ്ക്ക് പോയില്ലേ, ആ ഭർത്താവ്. നിങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ രാജൻ വീട്ടിലുണ്ടായിരുന്നു. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിലാസിന് കുത്തേറ്റ് വീടിന് മുമ്പിൽ കിടക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇതിൽ കൂടുതൽ ഒന്നും അറിയില്ല, മനസ്സിലായ? നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? രജനി. ഞാൻ നാളെ രജനിയുടെ വീട് വരുന്നുണ്ട്. സ്പോട്ടൊക്കെ ഒന്ന് കണ്ടുവെക്കാനാ. പിന്നെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് എത്തൂ. ചുറ്റുപാടുള്ളവരൊക്കെ അറിയണ്ടെന്ന് വെച്ചിട്ടാ. രാത്രി അവിടെ തന്നെ ഉണ്ടാവൂല്ലോ? ഓക്കെ. അതിന് സാക്ഷി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട് കുറെ അപ്പുറത്തേക്ക് അങ്ങോട്ട് മാറിയിട്ടാണ്. എന്റെ വീട്ടിൽ എന്തുട്ട് നടന്നാലും അവരറിയാൻ പോണില്ല. ഒരു കുഴപ്പമില്ല. ഭാവന, ഞാനിവിടെ സീരിയസ് ആയിട്ടൊരു കേസിന്റെ ഡിസ്കഷനില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട്? രാത്രി ആരുമില്ലാത്ത സമയത്ത് കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞല്ലോ. പോകുമ്പോ 4756 രൂപയുടെ ആ സാരിയും കൊണ്ടുപോകാൻ മറക്കണ്ട. സാരി? ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ആളിയാ, നീ കരഞ്ഞ സീനാക്കല്ലടി. ഈ വക്കീൽ സാറിനെ പുല്ല് പോലെ ഇറക്കി തരില്ലേ? ഇല്ല സാറേ, രാവിലെ തന്നെ വിട്ടൂല്ലേ? രാജിന് ജാമ്യം ലഭിക്കുന്നതാണോ കരുതുന്നത്? അതൊക്കെ കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇങ്ങോട്ട് പാടാ നീ. അദ്ദേഹത്തെ വെറുതെ വിട്ടേ. പുള്ളി ഭയങ്കര തിരക്കുള്ള വക്കീലല്ലേ. എന്നോട് ചോദിക്കടാ, ഞാൻ പറയാം. എന്റെ അളിയനല്ലേ കൊലപാതകി, ഞാനല്ലട എല്ലാം കണ്ടേന്ന്. വിളിച്ചു കൂവി കിട്ടുന്ന ജാമ്യം കൂടി ഇല്ലാണ്ടാക്കല്ലേ. ഇങ്ങോട്ട് വായോ.